ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും CPMൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെടുകയുണ്ടായി. ആ വിഷയത്തിൽ ബൈപ്പാസുമായും മേൽപ്പാലവുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. കറണ്ട് ഇഷ്യൂ എന്നുള്ള നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ പുറത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളും ആ സംഭവങ്ങളുമായി യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്ത പ്രചരണങ്ങളാണ് നടക്കുന്നത്. അങ്ങാടിപ്പുറത്ത് ഏതാണ്ട് 14 തവണ ട്രെയിൻ പോകുമ്പോൾ ഗേറ്റ് അടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പാലക്കാട് കോഴിക്കോട് റോഡിലെ അതിഭയങ്കരമായ ബ്ലോക്കും ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്നത്. ആ സമയത്ത് തന്നെ പെരിന്തൽമണ്ണ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മാനത്തുമംഗലം പോരാടംപാലം ബൈപ്പാസിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളും അതുപോലെ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളും എല്ലാവരും കൂടി മദ്രാസിൽ റെയിൽവേയുടെ ഏറ്റവും ഉന്നതസ്ഥാനീയരായ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടി പോയി. അവരുടെ മുമ്പാകെ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു. ആ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശമാണ്. അതായത് റെയിൽവേ 2 കിലോമീറ്ററിനുള്ളിൽ 2 മേൽപ്പാലം അനുവദിക്കില്ല. ബൈപ്പാസ് നിലവിൽ വരികയും ബൈപ്പാസിന് മുകളിൽ മേൽപ്പാലം വരികയും ചെയ്താൽ അങ്ങാടിപ്പുറത്തെ റെയിൽവേ ഗേറ്റ് അടച്ചിടും. അടച്ചിടുന്നതോടുകൂടി അങ്ങാടിപ്പുറം ടൗണും പെരുന്തൽമണ്ണ ടൗണും ഒക്കെ തന്നെ നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഇതിനെന്ത് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് തന്ന നിർദ്ദേശമാണ് റെയിൽവേക്ക് മിനി മേൽപ്പാലം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മിനി മേൽപ്പാലം ഒന്നുണ്ടായാൽ അതിൻ്റെ തൊട്ടടുത്ത് വേറെയും മേൽപ്പാലം ഉണ്ടാക്കുന്നതിന് തടസ്സമില്ല. അപ്പോൾ അങ്ങാടിപ്പുറത്ത് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ഒരു മിനി മേൽപ്പാലം ഉണ്ടാക്കിയാൽ പിന്നീട് ബൈപ്പാസും അതിൻ്റെ കൂടെ മേൽപ്പാലവും ഉണ്ടാകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. അതുകൊണ്ട് എളുപ്പം സാധ്യമാവുക മിനി മേൽപ്പാലം പണിയലാണ്. പിന്നീട് ബൈപ്പാസും മേൽപ്പാലവും പണിയാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ അതിനോട് യോജിക്കുന്ന നിലപാടാണ് പൊതുവിൽ എല്ലാവരും എടുത്തത്. അങ്ങനെയാണ് 2 വർഷം കൊണ്ട് അങ്ങാടിപ്പുറത്ത് 20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം പണിതത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും നടത്തിയ പ്രസ്താവന വളരെ പ്രസക്തമാണ്. ആദ്യം മേൽപ്പാലത്തിൻ്റെ പണി നടക്കട്ടെ, അത് കഴിയുന്നതോടുകൂടി ബൈപ്പാസിൻ്റെ പണിയും നടക്കും, രണ്ടും ആവശ്യമാണ് എന്ന നിലയിലാണ് പരസ്യമായ നിലപാടെടുത്തത്. ഒരിടത്തും ഒരാളും ഒരിക്കൽ പോലും UDFൻ്റെ ഭാഗത്തു നിന്ന് ബൈപ്പാസ് ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമേ ഉണ്ടായിട്ടില്ല. രണ്ടും വേണം. പക്ഷെ പ്രയോറിറ്റി ഏതിന്, നിയമപരമായുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ എന്തു മാർഗം എന്ന് മാത്രമാണ് ആലോചിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി തിരഞ്ഞെടുപ്പ് വന്നു. ഗവൺമെൻറ് മാറിയതോടുകൂടി അതുവരെ ബൈപ്പാസിന് വേണ്ടി ശ്രമിച്ചിരുന്നവർ പിന്നീട് ബൈപ്പാസിന് വേണ്ടി ഒരു ശ്രമവും നടത്താത്ത, ഒരു നീക്കവും നടത്താത്ത സാഹചര്യമാണുണ്ടായത്. അതിലേറ്റവും വിചിത്രമായൊരു കാഴ്ച, ഒരു ജനകീയമായ ആക്ഷൻ കമ്മിറ്റി CPMൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരുന്നു ബൈപ്പാസിന് വേണ്ടിയിട്ട്. ആ ആക്ഷൻ കമ്മിറ്റി എന്തായി എന്ന് ഇപ്പോൾ എവിടെയും കാണാനില്ല, കേൾക്കാനില്ല. 1,00,000 ആളുകളിൽ നിന്ന് ഒപ്പ് ശേഖരണം നടത്തിയിട്ട് അന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി പിണറായിക്ക് കൊടുത്തിരുന്നു. ആ നിവേദനം എന്തായി, എന്ന് നടപടിയെടുത്തു, ഒന്നും അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ
9 കൊല്ലം തുടർച്ചയായി പിന്നീട് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും ആ ബൈപ്പാസിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളുടെ വസ്തുത. അല്ലാതെ ഈ മേൽപ്പാലം അലിയാക്ക ഉണ്ടാക്കിയ മേൽപ്പാലമോ UDF ഉണ്ടാക്കിയ മേൽപ്പാലമോ UDF നിർദ്ദേശിച്ചിട്ട് വീതി കുറച്ചതോ ഒന്നുമല്ല. റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം ബൈപ്പാസ് പണിയുമ്പോൾ ഒരു മേൽപ്പാലം കിട്ടണമെങ്കിൽ ഇവിടെ മറ്റൊരു മേൽപ്പാലം ഫുൾ വീതിയിൽ ഉണ്ടാക്കാൻ പാടില്ല, മിനി മേൽപ്പാലം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് റെയിൽവേ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് അന്ന് അങ്ങനെ ഈ മേൽപ്പാലം പണിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ 9 കൊല്ലമായി ഭരിക്കുന്ന CPM അതിനുവേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മുൻ മന്ത്രിയായ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് 100,000 ആളുകൾ ഒപ്പിട്ട ഹർജി CPMൻ്റെ നേതൃത്വത്തിൽ അന്ന് മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി കൊടുത്തത്. അതിന്മേൽ ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടതായിട്ട് നമുക്ക് ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലവിലുള്ള മേൽപ്പാലം പണിയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിരുന്നു ഞാൻ. നമ്മുടെ തിരുമാനാകുന്ന ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്നു ചെയർമാൻ, ഞാനായിരുന്നു കൺവീനർ. അന്ന് 100,000 ആളുകൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൊടുത്തതിൻ്റെ തുടർച്ചയായിട്ടാണ് 2 കൊല്ലം കൊണ്ട് ഈ 20 കോടി രൂപ ചെലവിൽ മിനി മേൽപ്പാലം നിർമ്മിച്ചത്. പക്ഷേ 100,000 ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനം CPMൻ്റെ നേതൃത്വത്തിൽ ബൈപ്പാസിന് വേണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് 9 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു നടപടിയും അതിന്മേലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിലും പ്രക്ഷോഭത്തിൻ്റെയും മാർഗത്തിൽ തന്നെയാണ് UDF. ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല, ആ ഡിമാൻഡിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. MLA മണ്ഡലത്തിൽ UDF ആയി എന്നുള്ള രാഷ്ട്രീയമായ കാരണം മാത്രമാണ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ഇത് പരിഗണിക്കാത്തത് എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. MLAക്ക് സ്വന്തമായിട്ട് ഫണ്ട് വെക്കാൻ കഴിയില്ലല്ലോ. കാരണം MLAക്ക് കിട്ടുന്ന ആസ്തി വികസന ഫണ്ട് എന്ന് പറയുന്നത് 5 കോടി രൂപ മാത്രമാണ്. 5 കോടി കൊണ്ട് ബൈപ്പാസ് പണിയാൻ കഴിയില്ല. MLAക്ക് ആവശ്യപ്പെടാനേ കഴിയുള്ളൂ. അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നില്ല, അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഈ 9 കൊല്ലത്തിനടക്ക് ഒരു പുതിയ സർവേ കല്ല് പോലും ഭൂമി അക്വയർ ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ബഹുമാനപ്പെട്ട മരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ വന്നു, ഈ സൈറ്റ് പോയി കണ്ടു, പരിശോധിച്ചു. CPMൻ്റെ നേതാക്കന്മാരും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും അദ്ദേഹത്തെ സൈറ്റ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പക്ഷേ ഒരു നടപടിയും അതിനെ തുടർന്ന് ഈ കാലം വരെയും ഉണ്ടായിട്ടില്ല. ആ നില അതേ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതാണ് ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ ഒരു സത്യാവസ്ഥ എന്നുള്ള നിലയ്ക്ക് വിശദീകരിക്കാനുള്ളത്. കാരണം ഈ കാലത്തിനടക്ക് ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൽ പോലും 250 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി 100 രൂപയാണ് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 100 രൂപ ടോക്കൺ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അതിനോട് അത് സാധാരണഗതിയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഗവൺമെൻറ്റുകൾ സാധാരണ പരിഗണിക്കപ്പെടാവുന്ന പദ്ധതികൾക്ക് വേണ്ടി എന്നുള്ള നിലയിൽ പേരിനൊരു പൈസ വെക്കുന്നതാണ്. അങ്ങനെ നാമമാത്രമായി 100 രൂപ മാത്രം വെച്ചു എന്ന് പറഞ്ഞാൽ അത്രയേ അതിന് പരിഗണന നൽകുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ നിലവിലെ പെരിന്തൽമണ്ണ MLA എടുക്കുന്ന ഇനിഷ്യേറ്റീവ് പോലും ഈ വിഷയത്തിൽ മക്കളുടെ MLAയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് പറയുന്നു. ആര് പറയുന്നു? സബ്മിഷൻ ഉന്നയിച്ചതാണെങ്കിലും ഒരാണമ്പലം മൈലോങ്ങര ബൈപ്പാസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടിയിട്ട് കാര്യമായൊന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടെയുണ്ട്. ആരോപണം ആരാണ് ഉന്നയിക്കുന്നത്? CPMന്റെ ഭാഗത്തു നിന്ന്. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ്. ഒരാടമ്പാലം മൈലോങ്ങര ബൈപ്പാസിന് വേണ്ടി 5 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ അലൈൻമെൻറ്റ് ഏതാണ്ടൊക്കെ ശരിയാവുകയും ഭൂമി അക്വയർ ചെയ്യാവുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുകയും അതിനുവേണ്ടി ഏതാണ്ട് തീയതികൾ വരെ തീരുമാനിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് ആ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാണ്. ഇത് 100 രൂപയ്ക്ക് ബൈപ്പാസ് ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. രണ്ടിൻ്റെയും സ്ഥിതി അതാണ് വ്യത്യാസം.